ഹായ് എവരി വൺ. അപ്പോൾ USSന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും അല്ലേ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരുപാട് സയൻസിലും മാത്സിലും സോഷ്യലിലും ഒക്കെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസും നിർബന്ധമായിട്ട് കാണണം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, നോട്ട് എഴുതണം, അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. അങ്ങനെ നമുക്ക് എന്തായാലും ഈ പ്രാവശ്യത്തെ USS നേടിയെടുക്കണം. അപ്പോൾ USSൽ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ സീരീസിൽ. ഇതൊറ്റ വീഡിയോ മാത്രമല്ല, ഒരുപാട് വീഡിയോസ് ഉണ്ടാവും, അത് നിങ്ങളെല്ലാം കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നോക്കാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. Name some plants in which vegetative reproduction take place from the roots. Vegetative reproduction റൂട്ടിൽ നിന്ന് നടക്കുന്ന പ്ലാന്റ്സ് എഴുതുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റൂട്ട്സിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവും. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. അങ്ങനെ റൂട്ട്സിൽ നിന്ന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്ന പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ എഴുതുക എന്നുള്ളതാണ്. ആൻസർ ഈസ് സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് ഡാലിയ അല്ലേ. സ്വീറ്റ് പൊട്ടാറ്റോയും ഡാലിയൊക്കെ അതിനുള്ള എക്സാമ്പിളാണ്. ഓക്കെ, ഈ ഒരു കാര്യം ചിലപ്പോഴൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ് അല്ലേ, അപ്പോൾ തന്നെ ദാലിയൊക്കെ എന്താണ്, റൂട്ടിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഫ്രം റൂട്ട്സ് ആണ് നമ്മൾ പറഞ്ഞ സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് ദാലിയ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ, ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ് ഫ്രം റൂട്ട്സ്, സ്റ്റെം, ലീവ്സ് ആൻഡ് ബഡ്സ്. റൂട്ടിൽ നിന്നോ സ്റ്റെമ്മിൽ നിന്നോ ലീഫിൽ നിന്നോ ബഡിൽ നിന്നോ പുതിയ ഒരു പ്ലാന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുക. അഥവാ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ബഡ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക തന്നെ വേണം. റൂട്ട്, സ്റ്റെം, ലീഫ്, അതേപോലെ ബഡ്സ് ഒക്കെ എന്താണ്, വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് ആണ്. വെജിറ്റേറ്റീവ് പാർട്സ്. ഓക്കെ, ഇനി ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. അപ്പം ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്സ് ആണ് ഏതൊക്കെ, റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ബഡ്. അതായത് ഫ്ലവർ അല്ലാത്ത എല്ലാം. ഫ്ലവർ എന്താണ്, റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അപ്പം സാധാരണ റീപ്രൊഡക്ഷൻ അല്ലേ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക, ഒരു മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റിലേക്ക് പോയി അത് ഫ്യൂസ് ചെയ്ത് ഒരു സീഡ് ഉണ്ടായി, അങ്ങനെയാണ് സാധാരണ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക അല്ലേ. അതുകൊണ്ടാണ് ഫ്ലവർ ആ റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള ഒരു ഓർഗനാണ്. പക്ഷേ ബാക്കിയുള്ളത് റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ബഡ്സ് എന്നൊക്കെ പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതല്ല അല്ലേ. അപ്പോൾ അവിടുന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതായത് വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സിൻസ് ദ റീപ്രൊഡക്ഷൻ ഈസ് ത്രൂ ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്, ഇറ്റ് ഈസ് നോൺ ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതിനാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. അത് ഏതൊക്കെ ആയിരിക്കാം, റൂട്ടിൽ നിന്നാവാം, സ്റ്റെമ്മിൽ നിന്നാവാം, ലീഫിൽ നിന്നാവാം, ബഡ്സിൽ നിന്നൊക്കെ ആവാം അല്ലേ. അതിനുള്ള എക്സാമ്പിളാണ് പൊട്ടാറ്റോ അല്ലേ, ഐസ് ഓഫ് ദ പൊട്ടാറ്റോ. നമുക്ക് അറിയാം, ഈ ഒരു പൊട്ടാറ്റോ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഐസിൽ നിന്ന് ഇങ്ങനെ പുതിയ ലീഫ്ലെറ്റ്സ് ഒക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഐസ് ഓഫ് ദ പൊട്ടാറ്റോ ഈസ് എൻ എക്സാമ്പിൾ. അതേപോലെ തന്നെ ജിഞ്ചർ, ടേമറിക് ഒക്കെ ഇതിനുള്ള എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ലീഫിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുന്നതിനുള്ള എക്സാമ്പിൾ ഏതാ, ബ്രയോഫിലമാണ്. ഓക്കെ, ബ്രയോഫിലം റൂട്ടിൽ നിന്നുള്ളതിന് എക്സാമ്പിളാണ് സ്വീറ്റ് പൊട്ടാറ്റോ, ഡാലിയൊക്കെ. ലീഫിൽ നിന്ന്, അതായത് ഒരു ഇല അത് വീണ് നിലത്ത് വന്നാൽ ആ ഇലയിൽ നിന്ന് തകണ്ടില്ലേ, ഇതൊരു ലീഫാണ്, അതിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുകയാണ്. മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലീഫിൽ നിന്ന് പുതിയ പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാകുന്നതിനെയാണ്, അതിനുള്ള എക്സാമ്പിളാണ് ബ്രയോഫിലം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പൊതുവിൽ സ്ഥിരമായി നമ്മൾ എല്ലാവരുടെയും കാണുന്നതും ക്വിസിനൊക്കെ ചോദിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ USSന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനിയുള്ള ബാക്കി പാർട്സൊക്കെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.